സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ ദിവസത്തെ നബിദിനത്തിൽ ദഫുമുട്ട് നടത്തിയത് നാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഈ പാലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ചുമതലക്കാരൻ എന്ന് കരുതപ്പെടുന്ന ഒരാൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇതേ വിവാദ വിഷയത്തിൽ കൊടുത്ത മറുപടിയാണ് ഞാൻ ഇനി പറയുന്നത്. എന്റെ മുറ്റത്ത് ഞാൻ ഉണ്ടാക്കിയ ക്ഷേത്രത്തിൽ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും, ആരാണ് ചോദിക്കാനുള്ളത്? അതായത് നാളെ ഇവൻ അവിടെ ക്യാബറേ കളിച്ചാലും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിച്ച സന്നിധിയിൽ നെയ്ച്ചോറും ബീഫും വിളമ്പിയാലും ഹൈന്ദവ ദൈവസങ്കല്പമായ സുബ്രഹ്മണ്യ സ്വാമിയെ മണങ്ങുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഹൈന്ദവർ അത് കണ്ടു മിണ്ടാതെ ഇരിക്കേണ്ടി വരും എന്നല്ലേ അർത്ഥം? അറിഞ്ഞിടത്തോളം അതൊരു ക്ഷേത്രം എന്നതിലുപരി ഒരു കൂട്ടം ആളുകളുടെ ധനസമ്പാദന കേന്ദ്രമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അറിഞ്ഞത്. അവരുടെ തൊഴിലിലെ വരുമാന സ്രോതസ്സിന്റെ സിംഹഭാഗവും ഇതര മതസ്ഥരാണ് എന്നും അവരുടെ ഉപജീവനം ഇവരെ കേന്ദ്രീകരിച്ചാണ് എന്നും അതുകൊണ്ട് കേവലം ദഫുമുട്ടല്ല, നാളെ ആ ക്ഷേത്രത്തിൽ നിസ്കാരവും ഇറച്ചി വിതരണവും എല്ലാം നടന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. സുബ്രഹ്മണ്യ സ്വാമിക്കൊപ്പം മറ്റു പ്രതിഷ്ഠകളായി ഗണപതി ഭഗവാനെയും ദേവിയെയും ശാസ്താവിനെയും ഹനുമാൻ സ്വാമിയെയും എല്ലാം പ്രതിഷ്ഠിച്ചാണ് അവന്മാർ ഈ വക പരിപാടികൾ എല്ലാം ചെയ്തു കൂട്ടുന്നത്. ഇതേ സംഭവം തന്നെ മലപ്പുറം, നിലമ്പൂർ, ഉപ്പട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും നബിദിനത്തിന്റെ അന്ന് തന്നെ നടന്നു. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാകുന്നുണ്ട്. ഇതൊരു സംഘടിത നീക്കം തന്നെയാണ്. ഇങ്ങനെയുള്ള ക്ഷേത്രഭൂമികൾ നാളെ വഖഫ് കൊണ്ടുപോകും എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം അത് പിന്നീട് ഈ മുസ്ലിങ്ങളുടെ അവരുടെ അവകാശമാക്കി അല്ലെങ്കിൽ അവർ ഒരു റിലീജിയസ് പ്രാക്ടീസ് ആയി തന്നെ അവർ അത് അവകാശം ഉന്നയിക്കുക തന്നെ ചെയ്യും. തലയ്ക്ക് വെളിവില്ലാത്ത ക്ഷേത്രഭരണ സമിതിക്കാർ ചെയ്യുന്ന മണ്ടത്തരം അവർ അറിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോഴാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധീര സൈനികൻ വീരചരമടഞ്ഞിരുന്നു. ഒരു ചെറുപ്പം പെൺകുട്ടി വിധവയായതോടൊപ്പം അവരുടെ പിഞ്ചുകുട്ടിക്ക് അച്ഛൻ ഓർമ്മ പോലും അല്ലാതായി. അന്ന് പലരും ചോദിച്ചു, എല്ലാവരുടെയും രാശിപ്പൊരുത്തം നോക്കുന്നവർക്ക് സ്വന്തം മകളുടെ വൈധവ്യ ദോഷം കണ്ടെത്താനായില്ലേ എന്ന്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശിവപുത്രൻ സുബ്രഹ്മണ്യനാണ് ദൈവജ്ഞൻ, അല്ലാതെ സർവമത ആചാരം പിൻപറ്റുന്ന സുബ്രഹ്മണ്യൻ അല്ല. പുത്തൻപള്ളി ജാറം മൂടാൻ ഹിന്ദുക്കൾ പോകുന്നുണ്ട് എന്ന് വെച്ച് അവർക്കവിടെ പങ്കജാക്ഷൻ കടൽവർണ്ണൻ പാടി തിരുവാതിര കളിക്കാൻ പറ്റുമോ? ഇല്ല. അത് സർവമത തീർത്ഥാടന കേന്ദ്രവും അല്ല. കയ്യിൽ കാശും കുരുമുളകുമായി എരുമേലി നൈനാരുപള്ളി അഥവാ വാവരുപള്ളിയിൽ ഹിന്ദുക്കൾക്ക് കയറാം. പക്ഷേ അത് സർവമത തീർത്ഥാടന കേന്ദ്രമല്ല. ഹിന്ദുവിന്റെ കാശല്ലേ അവിടെ വന്നു കുമിയുന്നത് എന്ന് കരുതി അവിടെ കാവടിയാട്ടം നടത്തിക്കാറുമില്ല. ഇനി മണർകാട് പള്ളിയിൽ ഹിന്ദുക്കൾ 8 നോമ്പുമായി വലിയ തോതിൽ പോകുന്നത് കാണുന്നുണ്ട്. കൊരട്ടി മുത്തിയുടെ അടുത്തും പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും സർവമത തീർത്ഥാടന കേന്ദ്രങ്ങൾ അല്ല. അവിടെയൊന്നും ഹിന്ദുവിന്റെ പണം വരുന്നല്ലോ എന്ന് കരുതി അവിടെ രാമായണം വായിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭാഗവതം വായിപ്പിക്കുകയോ ചെയ്യുന്നുമില്ല. മറ്റു മതസ്ഥർ ജ്യോത്സ്യം നോക്കാനോ കാടാമ്പുഴയിൽ മുട്ടറുക്കാനോ വരുന്നതും പാലൂർ സുബ്രഹ്മണ്യന് ദീപസ്തംഭം കൊടുക്കുന്നതും അതിലുള്ള വിശ്വാസം കൊണ്ടാണ്, അല്ലാതെ മതേതര ഭ്രാന്ത് കൊണ്ട് ഒന്നുമല്ല. മതേതര ജാട കാണിക്കാത്ത പണിക്കന്മാരുടെ അടുത്തും മറ്റു മതസ്ഥർ വ്യാപകമായി പോകുന്നുണ്ട്. അതുകൊണ്ട് അവനവൻ എന്താണോ അതായി മുന്നോട്ട് പോകുക. മൂങ്ങയുടെ പോലെ രണ്ടും കെട്ട അവസ്ഥ കാട്ടിക്കൂട്ടി കോമാളികളാകണ്ട എന്ന് സാരം. പണിക്കർക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ പണിക്കരെ? നമ്മുടെ മുഴുവൻ ആഘോഷങ്ങളെയും മതേതരത്വമാക്കി മാറ്റി പിന്നീട് അവരുടെ അവകാശമാക്കി മാറ്റാനുള്ള തത്രപ്പാടിലാണ് ഇക്കൂട്ടർ. മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് ഹിന്ദുക്കളുടെ പ്രമുഖ ക്ഷേത്രങ്ങളെ കുഴിച്ചുമൂടുവാൻ ശ്രമിക്കുന്ന ജാതികളുടെ കുടിലതന്ത്രത്തിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുക തന്നെ വേണം. അന്ത്യത്തിരി വെക്കാൻ പോലും വകയില്ലാത്ത ക്ഷേത്രങ്ങൾ ഒന്നും അവർക്ക് വേണ്ട. അത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളാണ്. എന്നാൽ മഹാക്ഷേത്രങ്ങളെയെല്ലാം മതേതരത്വത്തിന്റെ പ്രതീകങ്ങളാക്കി മാറ്റുകയും ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉത്സവാഘോഷങ്ങളെയും മതേതരത്വത്തിന്റെ മറവിൽ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ജിഹാദികളുടെ കുടിലതന്ത്രമാണ് നാം ഇപ്പോൾ കാണുന്നത് എന്ന് പറയാതെ വയ്യ. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യണം. ഇത് ക്ഷേത്രാചാരങ്ങളുടെ കടുത്ത ലംഘനം തന്നെയാണ്. ക്ഷേത്രത്തിൽ പൈതൃകമായ അല്ലെങ്കിൽ പാരമ്പര്യമായ അവസ്ഥാവിശേഷണമാണ് നിലനിൽക്കുന്നത് എന്നതിനാൽ തന്നെ
ഹിന്ദുക്കളിൽ തന്നെ പുലവാലായ്മ ഉള്ളവരും അല്ലെങ്കിൽ അശുദ്ധിയായവരും പോലും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാതിരിക്കുമ്പോൾ ഇത്തരത്തിൽ അല്പം പോലും വിശ്വാസമോ ആരാധനയോ ഭക്തിയോ ഒന്നും തന്നെ ഇല്ലാത്ത അഹിന്ദുക്കളായ ഇക്കൂട്ടർ കാണിച്ചത് ആഭാസത്തരം തന്നെയാണ്. നടത്തിപ്പുകാർ ജനങ്ങളെ ഇതിലൂടെ വെല്ലുവിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സർവ്വതിലും സർവേശ്വരൻ കുടികൊള്ളുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. അത്തരത്തിലുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നവരെ നശിപ്പിക്കുന്നത് പുണ്യകർമ്മമായി കരുതുന്നവർക്ക് ഇത് കൊടുത്തത് മാനേജ്മെന്റിന്റെ വിവരക്കേട് തന്നെയാണ്.